ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞാനിവിടെ മൊബൈൽ ഫോൺ ചാറ്റിംഗ് മൂലം ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് കരുതി. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഗൂഗിൾ പേ കൂടി വന്നതോടുകൂടി പറയുകയും വേണ്ട, എല്ലാ കാര്യത്തിനും മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ കുട്ടികൾ പഠിക്കുന്നത്, നോട്ട്സ് വരുന്നതിന് എല്ലാവരും, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് മുതൽ ഒരു വയസ്സായ അമ്മമാർക്കും അപ്പൂപ്പന്മാർക്ക് വരെ ഫോണില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഒരു തരത്തിൽ ഗുണവും ഉണ്ട്, ഒരു തരത്തിൽ ദോഷവും ഉണ്ട്. ഇപ്പോൾ തൊട്ട് അയൽവക്കത്തുള്ള ഒരാൾക്ക് എന്തെങ്കിലും വേണമെങ്കിലോ അവിടെ ഉണ്ടോ എന്ന് പോലും നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെയാണ് ചോദിക്കുന്നത്. അല്ലാതെ പണ്ടത്തെ കണക്ക് അവിടെ പോയി വിളിച്ച് ചോദിക്കുന്ന പതിവ് ഇപ്പോൾ ഇല്ല. അങ്ങനെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ചാറ്റിങ്, അതേപോലെ വാട്സപ്പ് ചാറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ചുമ്മാ ഹായ് ഹലോ ബന്ധത്തിൽ തുടങ്ങുന്ന ചാറ്റിങ് പിന്നീട് അവരുടെ ജീവിതം വളരെ കുട്ടിച്ചോറാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ചാറ്റിങ് വരെ ഉണ്ട്. ഒരു ജോലിയില്ലാതെ കുറേ ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ ആയാലും ആൺകുട്ടികളെ ആയാലും അതുപോലെ അതിന് പ്രായഭേദമന്യേ എല്ലാവരും അതിനുവേണ്ടി മെനക്കെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പണ്ടൊക്കെ 10-18 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് അവരുടെ ആ പ്രായത്തിൻ്റെ ഇതിൽ അറിയാതെ ഓരോ ബന്ധങ്ങളിൽ ചെന്ന് പെടുന്ന ഒരു കാര്യങ്ങളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് ഇതേപോലെ വാട്സപ്പ് ചാറ്റിങ്ങിലൂടെ അവരുടെ ജീവിതം ഒരു കുളമായി തീരുന്നത്. ഇതിന് എല്ലാവരും വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. എന്തിന് ഈ ആവശ്യമില്ലാത്ത ചാറ്റിങ്ങിന് മറുപടി അയക്കുകയും പിന്നെ അതിന് ഹായ് ഹലോ എന്നുള്ള ബന്ധത്തിൽ തുടങ്ങി പിന്നീട് വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വന്ന് ആദ്യം അത് കേട്ടുകൊണ്ടിരിക്കാനും അതിനൊരു മറുപടി അയക്കാനും ഒക്കെ ചിലപ്പോൾ അതിനൊരു ഇത് തോന്നി ചെയ്യുന്നതായിരിക്കും. പിന്നീട് അത് ഒഴിവാക്കാൻ വയ്യാത്തൊരു ബന്ധമായി തീരുകയും പിന്നെ ഈ ചാറ്റ് എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പിന്നെ അത് പുറത്ത് വിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പിന്നെ ആത്മഹത്യ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത് ഈ മൊബൈൽ ഫോണിൻ്റെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഉപയോഗം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഈ കുട്ടികളുള്ള അമ്മമാരും അതുപോലെ കുട്ടികളുള്ള അച്ഛന്മാരും എല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഒരു ജോലിയില്ല അവർക്ക്. ഇതിന് ഒരുപാട് സമയം കണ്ടെത്തി ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ ചെറുപറാ കയ്യിൽ ടൈപ്പ് ചെയ്ത് അയച്ചുകൊണ്ടേയിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 1-2 പേരുടെ അനുഭവം ഇപ്പം വളരെ വളരെ വല്ലാത്ത അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നതും എനിക്കറിയാം. ഇത് പിന്നീട് പിന്നെ മാനസിക സമ്മർദ്ദം, ബുദ്ധിമുട്ട്, ആത്മഹത്യയിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയെന്ന് തോന്നുന്ന കണക്ക് ഇവിടെ ഒരു ഭർത്താവും 2 കുട്ടികളുമായിട്ട് കഴിയുമ്പോൾ ഈ ചാറ്റ് ചെയ്യുന്ന സുഹൃത്ത് എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇവർ വിചാരിക്കും അതാണ് ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞ് പോവും. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇതിനേക്കാളും പരമദയനീയമായിരിക്കും അവരുടെ ജീവിതം. അവസാനം ഭർത്താവും ഇല്ല, കുട്ടിയും ഇല്ല, ജീവിതം ഒരു പരുവത്തിലാവുകയും ചെയ്യും. അതേപോലെ ആണുങ്ങൾക്കും പറ്റുന്നുണ്ട്. അതിൽ പ്രായം ഒന്നുമില്ല. വയസ്സായ 60-70 വയസ്സുള്ള ആൾക്കാർ വരെ 10-18 വയസ്സുള്ള കുട്ടികളുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അവസാനം റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇത്രയും പ്രായമുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ എത്രയോ പോലീസ് കേസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമാണോ വാട്സപ്പാണോ? പണ്ട് ഇത്രയൊന്നുമില്ല. പണ്ട് നമ്മളെന്തോ എഴുതുക അങ്ങനെയൊക്കെയായിരുന്നു. ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. ഇപ്പം എന്തിനാ ഇത് മതിയല്ലോ, പടപടാന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഇതൊരു ഹരമായിട്ട് കൊണ്ട് നടന്ന് അവസാനം വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചേരും. ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മുടെ ഇതിന് അടിയിൽ കമൻറ്റ് വരും. ആ കമൻറ്റ് വായിക്കുമ്പോൾ അറിയാം ആ എഴുതിയ ആളിൻ്റെ വ്യക്തിത്വം അറിയണമെങ്കിൽ. നമ്മുടെ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ആ കമൻറ്റുകളിലും അതുപോലെ നമ്മുടെ സംസാരത്തിലുമൊക്കെ പ്രതിഫലിക്കുന്നത്. അവരവരുടെ വ്യക്തിത്വം കളഞ്ഞുള്ള ഒരു കളിക്കും ആരും നിൽക്കരുത്. ജീവിക്കുന്ന സമയം മാന്യമായി സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എന്തിനാ ഇതുപോലെ ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഒന്നും വയ്യാത്ത പരുവത്തിലെത്തുമ്പോഴായിരിക്കും ഇവർ ചിന്തിക്കുന്നത് ഇതിനൊന്നും പോകണ്ടായിരുന്നു എന്ന്. ആദ്യമൊക്കെ ഇതൊരു തമാശയായിട്ട് തുടങ്ങുന്നതായിരിക്കും. പണ്ട് ഫോൺ വിളിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇപ്പോൾ എല്ലാം ഇതുപോലെ ചാറ്റിങ്ങിലൂടെയാണ്. ചാറ്റിങ് അവസാനം ചീറ്റിംഗ് ആയി മാറുമ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോഴും ഒന്നും ഒഴിയാൻ വയ്യാത്ത ഒരു ഇതിൽ എത്തിച്ചേരുകയും ചെയ്യും.
ഇപ്പം തന്നെ എത്ര ആത്മഹത്യകൾ നമ്മൾ ടി വിയിൽ കാണുന്നു, ഇങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിട്ട് അവസാനം ഇന്നാളും ഒരു സ്ത്രീയെ കൊല്ലാൻ, ഒരു പോറ്റിയുടെ ഭാര്യയെ കൊന്നത്, അതും ഇതുപോലെ തന്നെ സംഭവം തുടങ്ങിയത്. എന്തായാലും ജീവിതത്തിൽ നമുക്ക് ഒരാളെ ഭർത്താവായിട്ട് കിട്ടി അതിലുണ്ടാകുന്ന കാര്യങ്ങളും അതിലങ്ങ് പോവുക എന്നല്ലാതെ പിന്നീട് വേറൊരാളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെല്ലാം വളരെ വളരെ കുരുക്കിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. ഇത് ഒരു കൊച്ചുകുട്ടികൾക്ക് അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ട് സംഭവിക്കുന്നതെന്ന് പറയാം. ഈ പ്രായമായ സ്ത്രീകളും അമ്മമാരും ഒക്കെ ഇതിലൊന്നും ചെന്ന് പെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരവരുടെ വ്യക്തിത്വം അവരവർ കളഞ്ഞു കുളിക്കരുത്. അതുകൊണ്ട് പിന്നീട് ഇതെല്ലാം ഈ ചാറ്റായാലും ഈ ഫോൺ സംഭാഷണമായാലും അവരെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് അതെല്ലാം പിന്നെ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെ ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അത് ഇതുപോലെ കുറേ മനോരോഗികളെ പോലുള്ള ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന പണിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഒരിക്കലും നമ്മൾ ഒരു ഹായ്ക്കും മറുപടി അയക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല പരിചയമുള്ള ആൾക്കാരുടെ ഇതിനല്ലാതെ പുറത്തു നിന്നുള്ള ഒരു മനുഷ്യരുടെയും ഒരു ഹായ് വന്നാലും ഒന്നിലും നമ്മൾ റിപ്ലൈ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ഇതുപോലത്തെ ഞരമ്പ് രോഗികളിൽ നിന്ന് ഒരുപാട് കമൻസൊക്കെ പ്രതീക്ഷിക്കുക. അതൊന്നും വലിയ കാര്യമാക്കണ്ട, അതിനൊന്നും റിപ്ലൈ ചെയ്യാതിരുന്നാൽ മതി. അതൊന്നും വലിയ കാര്യമാക്കി എടുക്കാനില്ല. പിന്നീട് ഇപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് വളരെ വലിയ ശിക്ഷകളൊക്കെ കൊടുക്കുന്നുണ്ട്. എങ്കിലും ഇതുപോലുള്ള ആൾക്കാരൊന്നും അടങ്ങത്തില്ല. അവർ വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും ആ കമൻറ്റ് വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അയാളുടെ ആ സ്ത്രീയുടെ ആയാലും ആ പുരുഷൻ്റെ ആയാലും സ്വഭാവം എന്താണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരും ചെന്നുപെടാതിരിക്കുക. അവരവരുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് അവരവരുടെ ജീവിത രീതിയിൽ മുന്നേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നല്ല പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടിയ ജീവിതം നമ്മൾ എത്രത്തോളം നന്നായി അത് ചെയ്ത് മുന്നേറാൻ പറ്റുമോ അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയാണെന്നൊക്കെ തോന്നും. അത് തോന്നൽ മാത്രമാണ്. അതൊന്നും ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരത്തേ ഇല്ല. പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന എത്രയോ പേര് ഡൈവേഴ്സായി പോകുന്നു. അവർക്കറിയാൻ പറ്റും. പ്രേമിക്കുമ്പം കാണുന്ന ഇതൊന്നും ആയിരിക്കത്തില്ല കല്യാണം കഴിഞ്ഞ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ഈ ചാറ്റിങ്ങിൽ തോന്നും ഇതെല്ലാം വളരെ ഭയങ്കര നല്ലതാണെന്ന്. പക്ഷേ ചാറ്റിങ് അവസാനം വലിയ പ്രശ്നത്തിലെത്തുമ്പോഴായിരിക്കും, യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോഴായിരിക്കും അതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാനത് പ്രത്യേകിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലുള്ള ഏടാകൂടങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വിഷയമായി നാളെ കാണാം. ബൈ.